അമ്മേ കൂട്ടുകാരികളെല്ലാം അറിയിച്ചോ? അതൊക്കെ എപ്പോഴേ അറിയിച്ചു. അതേതായാലും നന്നായി അമ്മേ. ഇത്ര വലിയ പൈസയുടെ ഫ്രെയിം എല്ലാം വാങ്ങിയിട്ട് കഴിഞ്ഞാൽ കാഴ്ച അധികം കിട്ടും. കിട്ടും. എന്താ എനിക്കും ഒന്ന് മേടിച്ചിട്ടിടണം. നീ എത്ര വലിയ കണ്ണട മേടിച്ചു വെച്ചാലും നിന്റെ കണ്ണിന് കാഴ്ച കിട്ടാലും നിന്റെ മനസ്സിനാ കാഴ്ച കിട്ടുന്നത്. അത് നമുക്ക് തെറ്റി. എൻ്റെ മനസ്സിന് ഒരു പ്രശ്നമില്ല. പക്ഷെ അമ്മയുടെ മനസ്സിനാണ് ഇപ്പൊ പൈസയുടെ പ്രശ്നങ്ങൾ അറിയാതെ നടക്കുന്നത്. അതേടി, അതുകൊണ്ടല്ലേ ഈ കാണുന്ന സ്വത്തൊക്കെ ഇന്നും നിലനിൽക്കുന്നത്. ഞാൻ പെർഫെക്റ്റ് ആയോണ്ടാ. അത് അച്ഛനുണ്ടാക്കിയതല്ലേ? അതെ, അച്ഛനുണ്ടാക്കിയതാ. അച്ഛന് സപ്പോർട്ട് ചെയ്ത് ഞാൻ കൂടെ ഉണ്ടല്ലോ എപ്പോഴും. അതുകൊണ്ടല്ലേ. നീ നിന്റെ കെട്ടിയനെ ഒന്ന് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാറുണ്ടോടി? ഉണ്ടോ? ഞാൻ ചെയ്യില്ല. എന്താ ചെയ്യാത്തേന്ന് എന്നോട് ചോദിക്കാം. അമ്മ ചോദിക്ക്. എന്താ ചെയ്യാത്തെ? എന്നാ അത് അമ്മ കേട്ടോ. ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലേ ഈ കുടുംബം കുളന്തോട്ട് നിങ്ങളെ മകൻ. അയ്യോ, വരെയൊക്കെ ഒന്ന് അടിച്ചു വാരി ആ മിറ്റവും പോയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി ഇടും. എനിക്ക് അടിച്ചു വരാൻ കഴിയില്ല. വേണമെങ്കിൽ അവരവർ ഒറ്റക്ക് അടിച്ചു വാരിക്കോ. അല്ലേലും അറിയാം ഒരു പണിയും ചെയ്യാൻ നടക്കുക. എടാ വേണുകുട്ടാ, എനിക്കൊരു കോളത്ര ഒരു 15,000 രൂപ കിട്ടിയിട്ടുണ്ട്. അത് മുടക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടി ഉണ്ടെങ്കിൽ നീ എന്നോട് പറയണേ. നമുക്ക് ഗംഭീര കോളാടാ. ഞാൻ പറയാം, നേരിട്ട് കാരണം പറയാം. ഫോണിൽ കൂടെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ മാറി നിന്ന് വിളിക്കുക നിന്നെ. നമുക്ക് കോളപ്പിക്കണം. നീ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാൻ വീട്ടിനകത്താ. ഞാൻ വിളിക്കാം. ശരി. അച്ഛനെന്തോ കോളത്തുണ്ടല്ല? എനിക്ക് നമ്മുടെ കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞതാ. ആണോ? ഇനി നല്ല കച്ചവടം കിട്ടും, നല്ല കോളല്ലേ എന്ന് പറഞ്ഞതാ. പൈസയുടെ കാര്യം പറഞ്ഞല്ലോ. കച്ചവടത്തിൽ നിന്ന് പൈസ അല്ലേ കിട്ടുന്നത്. അത് കൂടുതൽ കിട്ടിയാൽ നല്ലതല്ലേ? അത് കോളല്ലേ? എന്നാലേ അതിന്നൊരു 5,000 തരൂ. 10,000 രൂപ തരാം നിനക്ക്. മതി 10,000 മതി. അച്ഛാ, എനിക്ക് അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കണം പ്ലീസ്. അമ്മയ്ക്ക് എന്ത് സർപ്രൈസ് കൊടുക്കാൻ? അമ്മ നമുക്ക് വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടണല്ലേ. അമ്മയ്ക്കൊരു സാരി മേടിച്ചു കൊടുക്കാം. അങ്ങനെ നീ എന്റെ പൈസ കൊണ്ട് അമ്മയ്ക്ക് സാരി മേടിച്ച് സർപ്രൈസ് കൊടുക്കണ്ട. അച്ഛന്റെ പൈസ എനിക്ക് തരണ്ട. പലപ്പോഴായിട്ട് എന്റെ വാങ്ങിച്ച കുറച്ച് പൈസ ഇല്ലേ, ആ പൈസ എനിക്ക് തന്നാ മതി. പലപ്പോഴായിട്ട് നിന്റെ മേടിച്ച പൈസ ഞാൻ പലപ്പോഴായിട്ട് തിരിച്ചു തരും. എപ്പോ തരും? എഴുതി ഒപ്പിട്ട് തരണം. ഞാൻ എപ്പോ തരുമെന്ന്? നീ കൈ കിട്ടുന്ന അനുസരിച്ച് തരും. അങ്ങനെ പറഞ്ഞാ എപ്പോ തരും? എനിക്ക് സൗകര്യത്തിന് കിട്ടുമ്പോൾ എന്റെ സൗകര്യത്തിന് ഞാൻ നിനക്ക് തരും. ഇത് പറയണേട്ടാ തോന്നൂല അച്ഛനെ ഞാനാണ് കടം മേടിച്ചേണേന്ന്. ഞാനൊരു പണിയാടി. നിന്റെ കാലെ പിടിച്ചിട്ടാ, അയ്യോ മോളെ മേടിച്ച് തിരിച്ചു തരാടി, എടി ക്ഷമിക്കടി, കാലെ പിടിക്കണ നിന്റെ. എന്താ പണിയാ അച്ഛൻ കാണിച്ചു? ചുമ്മാ ഒരു മാരണത്തെ പറഞ്ഞു വിടാൻ നോക്കുമ്പോ അടുത്ത മാരണം കയറി വന്നു. എന്താ നിന്റെ ആവശ്യം? അച്ഛമ്മേ, ഇതിനാരും ഇവിടെ കണ്ണാടി വാങ്ങിച്ചു വെക്കാൻ പോകുന്ന മുഖത്തോട്ട് വയ്ക്കട്ടെ. അച്ഛമ്മയല്ലേ, നല്ലതല്ലേ? അതച്ഛൻ ആർഭാടമല്ലല്ലേ? എടേ, അച്ഛമ്മ ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛമ്മയ്ക്ക് അതിന് പറ്റിയ വിലക്കുള്ള ഒരു കണ്ണാടി വെച്ചോണ്ട് എന്താ കുഴപ്പം? ഇനി 20,000 രൂപയാണ് അതിനൊന്ന് നിന്നോട് ആര് പറഞ്ഞു? അച്ഛമ്മ പറഞ്ഞു, എന്നോട് പറഞ്ഞു, കൃഷ്ണയോട് പറഞ്ഞു, ഫോണിൽ കൂടെ എല്ലാം കൊട്ടി കുഴപ്പം നാട്ടുകാരോട്. 25,000 രൂപ എനിക്കറിയില്ല, അതിന് മുകളിലായിരിക്കും. അച്ഛമ്മ അത് വെച്ചോണ്ട് നിനക്കിപ്പോ എന്താ കുഴപ്പം? ഒരു കുഞ്ഞ് ഹോം തിയേറ്റർ ആണ് അതിന് അച്ഛന് വലിയ ആർഭാടം, കോടീശ്വരൻ, എന്തൊക്കെയായിരുന്നു വലിയ വീമ്പളക്കം. എടാ, ഹോം തിയേറ്റർ ഒക്കെ മേടിച്ചു വെക്കാനുള്ള പൈസ ഒന്നും എന്റെ ഇല്ല. കണ്ണാടി അതുപോലല്ല, അത്യാവശ്യത്തിന് മനുഷ്യന് കണ്ണ് കാണണം. അതുകൊണ്ടാണ് കണ്ണാടി മേടിച്ചു കൊടുക്കുന്നത്. കണ്ണ് കാണാൻ 20,000 രൂപയുടെ കണ്ണാടിയാ? അത് ചിലപ്പോൾ അത്രയൊക്കെ വേണ്ടി വരും. നാളെ നിനക്കും പ്രായമാകുമ്പോൾ ചിലപ്പോൾ വേണ്ടി വരും. എന്തേ? വല്ലാത്തൊരു വിധി അടി നമ്മ ഇങ്ങനത്തെ അച്ഛനെ കിട്ടി കേട്ടാ. വല്ലാത്തൊരു വിധി തന്നെ. എന്തോന്ന് വിധി? ഇതിൽ കൂടുതൽ എന്താ വലിയ വിധി വരാനേ? ഒരു ഹോം തിയേറ്റർ പറഞ്ഞപ്പോ വലിയ വലിയ കണക്ക് പറയുന്നു. അച്ഛമ്മയ്ക്ക് കൊടുക്കാം 20,000 25,000. എടാ, എന്റെ അമ്മയ്ക്ക് കണ്ണാടി വേണമെന്ന് വെച്ചാൽ ഞാൻ മേടിച്ചു കൊടുക്കും. നിങ്ങളെ അത്ര വലിയ കോടീശ്വരന്മാരുടെ മക്കളൊന്നും അല്ല ഇത്രയ്ക്ക് ആർഭാടം കാണിക്കാൻ. പണി നോക്ക്, ആർഭാടം കൊണ്ട് നടക്കുന്നു. അതെ, എനിക്ക് തരാനുള്ള പൈസ അച്ഛൻ തന്നല്ല. ഇനിയാണ് നിനക്ക് ഹോം തിയേറ്റർ നോക്കിയിരുന്നോ, അപ്പൊ കിട്ടും. ഞാൻ കിടിച്ചെടുത്തോളാം. ഞാൻ പോണ്. എന്തൊരു ഫാമിലി ഇത്.